സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ ദേവാസന സെർവർ ഫൈനലി ഇന്ന് ലോഞ്ചായിരിക്കുകയാണ്. ഞാൻ ലൈവ് ഇടുന്ന കരുതിയിരുന്നു, ബട്ട് സം ടെക്നിക്കൽ ഇഷ്യൂസ് അത് നടന്നില്ല. എനിവേ നമ്മുടെ സെർവർ ഇപ്പോൾ ലോഞ്ചായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് സെർവർ ലോഞ്ചായിട്ട് ഐ തിങ്ക് 12 മണിക്കൂർ ശേഷമാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ഇൻട്രോ ഉണ്ടാവും, അത് കണ്ടിട്ട് നമ്മുടെ ലോഞ്ചായ ടൈമിൽ എനിക്ക് ഈ മൈക്കും റെക്കോർഡിങ്ങും ഒപ്പം നടക്കാത്തതുകൊണ്ട് നമ്മുടെ മല്ലു ബ്ലേഡ് കുറച്ച് റീപ്ലേ മോഡ് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളെ സെർവർ ഇപ്പോൾ ഓണാക്കിയതിൻ്റെ കുറച്ച് ക്ലിപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ലായിരുന്നു, കാരണം നമ്മൾ ഇതിൻ്റെ തിരക്കിലായിരുന്നു. നമ്മൾ പാനലും കാര്യങ്ങളും നോക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാ പ്ലേയേഴ്സും ജോയിൻ ചെയ്തു. ഹാപ്പിലി ഐ തിങ്ക് 24 പ്ലേയേഴ്സ് എങ്ങാണ്ടും കളിച്ചിരുന്നു. ലോഞ്ചിങ് ടൈം 24 പ്ലേയേഴ്സ്, 40 പ്ലേയേഴ്സാണുള്ളത്. പിന്നെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു നമ്മുടെ ഈ കാര്യങ്ങളൊന്നും ലോഞ്ചിങ് ടൈമിലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. ഓരോ പ്ലേയേഴ്സ് ജോയിൻ ചെയ്തു, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കോഡ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ കറൻ്റ്ലി ഇപ്പം നമ്മുടെ വെയിറ്റ് ലിസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ സ്ലോട്ട് അവൈലബിൾ ആകുമ്പോൾ നിങ്ങളെ അറിയിക്കും. നമ്മൾ ജോയിനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ മല്ലു ബ്ലേഡും ജോയിനായി. എല്ലാവരും വന്നു സ്പോണിൽ. നല്ല രസമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ലൈവ് ഇടാൻ പറ്റിയില്ല. ഞാൻ നല്ല റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ലൈവ് ഇടാത്തതുകൊണ്ട്. പിന്നെ സുടുവണ്ണൻ വന്നിരുന്നു. സുടുവണ്ണനായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ്. സുടുവണ്ണൻ വന്നു, എല്ലാവരും ഹായ് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ബോട്ട് എടുത്ത് ഞാൻ സ്റ്റോം ഗോഡ്, ഡ്രോപ്പ് ഗോഡ്, പിന്നെ മല്ലു ബ്ലേഡും കൂടി ലാൻഡ് തപ്പി ഇറങ്ങി. ആ മുന്നേ കാണുന്ന ലാൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം, ബിക്കോസ് അതാണ് നമ്മുടെ ടൗൺ ഐലൻഡ്. നമ്മൾ കുറേ അലഞ്ഞ് തിരിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു ലാൻഡ് കണ്ടായിരുന്നു, ബട്ട് അവിടെ ചെറുതായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ കാണുന്ന ലാൻഡ് നമ്മുടെ പ്ലേ ഗ്രൗണ്ടിൻ്റെ ഐലൻഡുമാണ്. ഇവിടെ നിന്ന് കുറേ പോകാണ്ട് നമ്മളെ ബേസിലേക്ക്. താങ്ക്ഫുള്ളി നമ്മളെ സെർവർ ദൈവം ബ്രോ സ്നൈപ്പറെ ഒരു പ്ലഗ് ഇട്ടിട്ടുണ്ട്, സ്ലാഷ് സ്പോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്ലാഷ് സ്പോണിലേക്കും ഹോമിലേക്ക് വരാൻ പറ്റും. ഞാനും മല്ലു ബ്ലേഡും ഒരു ബോട്ടിലും, ബാക്കിയുള്ള രണ്ടാൾക്കാർ വേറെ ബോട്ടിലും, അങ്ങനെ കുറേ തൊഴഞ്ഞ് കുഴങ്ങിയപ്പോൾ ഒരു ലാൻഡ് കണ്ടു. അവിടെ ഇറങ്ങി ബേസിക്ക് ലൂട്ടും കാർഡും സെറ്റാക്കി. ഡ്രോപ്പ് അയൺ ആർമറായി അപ്പം തന്നെ. കുറേ സംഭവം സംഭവിച്ചു. കുറേ നേരം നമ്മൾ കളിച്ചായിരുന്നു. ഐ തിങ്ക് 2 to 4 hours നമ്മൾ ഫുൾ ഗ്രൈൻഡിങ്ങിലായിരുന്നു. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ലൈവ് ഇടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, ബട്ട് എന്ത് ചെയ്യാനോ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ റീപ്ലേ മോഡൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കയറിയിട്ട് അത്യാവശ്യം നല്ല ടൈമായിട്ടുണ്ട്. നമ്മൾ ബേസിക് ആർമോണും ടൂൾസൊക്കെ സെറ്റ് ചെയ്തു. ഇത് നമ്മളെ നോർമൽ സെർവർ SMP സെർവർ പോലെയല്ല നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ടാസ്കും കാര്യങ്ങളും ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അതിൽ ഫസ്റ്റത്തെ ടാസ്ക് നമ്മളെ നെതർ ഓപ്പൺ ആക്കാനുള്ള ടാസ്ക്കാണ്. അത് 60% പേര് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയാലേ നെതറിൽ വൈറ്റ് ലിസ്റ്റ് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റത്തെ കുറച്ച് നമ്മളെ ടാസ്കിൻ്റെ സാധനത ഇവിടെ സൈഡിൽ കൊടുത്തേക്ക്. എപ്പോഴും അങ്ങനെ പറയും, ബട്ട് ഞാനിപ്പോൾ കൊടുക്കും. ഓക്കെ, സത്യമായിട്ടും ഇന്ന് ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ടാസ്കൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഫസ്റ്റത്തെ കുറച്ച് സാപ്ലിങ്സ് കളക്ട് ചെയ്യണം. 3 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാപ്ലിങ്സ് ആണ് കളക്ട് ചെയ്യേണ്ടത്. ഓൾസോ അത് നമ്മളിതാ ഇവിടെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്ക്, സ്പ്രൂസ്,
പിന്നെ എന്താണ് ജംഗിള്, ഇതെന്താണ് അക്കേഷ്യ. ഓക്കെ, അക്കേഷ്യ അതും കളക്റ്റാക്കി. പിന്നെ ബോണസായിട്ട് നമ്മൾ ബാമ്പ് കളക്റ്റാക്കി. പിന്നെ ക്രോപ്പ് ടൈപ്സിൽ നമ്മളെ എല്ലാ ക്രോപ്സും കളക്റ്റാക്കിയിട്ടുണ്ട്. മെലണ്, പംകിന് എല്ലാം ഉണ്ട്. ബീട്രൂട്ട് വെച്ച് ബാക്കിയുള്ളൊരു ബീട്രൂട്ട് അതിൽ വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ പിന്നെ നമ്മുടെ സ്ലാഷ് ഹോമും സ്ലാഷ് സ്പോണും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. ഇതാണ് നമ്മുടെ സ്ലാഷ് ഹോമിൻ്റെ സ്ഥലം. ഇവിടേക്ക് നമ്മൾ സ്ലാഷ് ഹോമിൽ നിന്ന് അടിച്ചാൽ ഇങ്ങോട്ടാണ് TP ആയി വരിക. പിന്നെ ഞാൻ പറയില്ല, കാരണം ടി പി വേറെ ഐറ്റാണ്, ഇത് വേറെ ഒരു സംഭവം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് നമ്മളെ ടീംമേറ്റ്സ് ഡ്രോപ്പ് ആൻഡ് മല്ലു ബ്ലേഡ്. ഓക്കെ, അപ്പോൾ സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. അഡിയോസ് ഫ്രം ഗെയിമർ ചാർലി. പീസ് ഔട്ട്.